ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊളി സാധനം ഉണ്ടാക്കാം. ഇതിനെ ഡിസേർട്ടെന്നോ പുഡിംഗ് എന്നോ എന്ത് വേണോ വിളിക്കാം. ഞാൻ ദാ ഇവിടെ 6 ബ്രെഡ് എടുക്കുന്നുണ്ട്. 6 ബ്രെഡിൻ്റെ 4 സൈഡും അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ആ ബ്രെഡിനെ ദാ ഇങ്ങനെ 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡെല്ലാം അതിലേക്ക് നമുക്ക് പറക്കിയെടുക്കാം. ഈ ബ്രെഡിൻ്റെ 2 സൈഡ് നല്ലതുപോലെ മുരിച്ചെടുക്കണം. ദാ ഇവിടെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് മറിച്ചിട്ട് ദാ ഇങ്ങനെ നന്നായി ഒന്ന് മുരിച്ച് നമുക്ക് കോരി മാറ്റാം. ഇതാ ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ട ബ്രെഡെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അടുത്ത ആ പാനിൽ തന്നെ എണ്ണ വീത്തി സെക്കൻഡ് സ്റ്റെപ്പ് ബ്രെഡ് നമുക്ക് നല്ലതുപോലെ മുരിച്ചെടുക്കാം. ഇതാ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാ എല്ലാ ബ്രെഡും നന്നായിട്ട് മറിച്ചും തിരിച്ചോട്ടും മുരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് നിറയെ പാലൊഴിക്കാം. ഇത് ഒരു വലിയ ഗ്ലാസ്സാണ്. നിറയെ പാലൊഴിച്ച് ആ പാലിൽ ഇതാ ഇതേപോലെ 2 കവർ പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കി ഈ പാൽപ്പൊടി ആ പാലുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതാ ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്ത് പഞ്ചസാര നന്നായി അലിഞ്ഞു വരുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമോ പാലോ ചേർക്കാം. ഞാൻ പാല് തന്നെ ചേർത്ത് കലക്കി ഈ പാലിലോട്ട് വീഴ്ത്തുന്നുണ്ട്. കോൺഫ്ലവർ മാവ് ഇതിലേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിയിട്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലതുപോലെ ഇളക്കി ചെറുതായി ഒന്ന് കുറുക്കി എടുക്കേണ്ടതാണ്. ഇതാ പാലിവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡ് ഉണ്ടില്ലേ, അത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്കിങ്ങനെ അടുക്കി വയ്ക്കാവുന്നതാണ്. നല്ല ഷേപ്പുള്ള വട്ടപാത്രമോ അല്ലെങ്കിൽ നല്ല കേക്ക് ട്രേയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല ഷേപ്പോടുകൂടി അടുക്കി വയ്ക്കാവുന്നതാണ്. എനിക്ക് അത്തരം പാത്രങ്ങളില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് അടുക്കിയത്. അടുക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ കുറുക്കി വെച്ച പാല് അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇതാ ഇവിടെ എല്ലാ പാലും ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. അതായത് ആ ബ്രെഡിൽ ഈ പാലിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിച്ച് ബ്രെഡ് നല്ല സോഫ്റ്റായി വരും. ഇതാ ഇവിടെ ബ്രെഡ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ബ്രെഡ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇനി ബ്രെഡ് കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നെങ്കിൽ മക്കൾക്ക് ഇത് മതിയെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.